സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ജാസി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി. കുറേയധികം സോഷ്യൽ മീഡിയയിൽ ട്രോൾസും നെഗറ്റീവ്സും കാര്യങ്ങളും ഒക്കെ നേരിടാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനൊരു മെയിലായിരുന്നു, അതിനുശേഷം പിന്നെ ഫീമെയിലായിട്ട് മാറി. അതുകൊണ്ട് തന്നെ കുറേയധികം ഇൻ്റർവ്യൂസിലൊക്കെ വന്ന് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞതിനെ കുറിച്ചൊക്കെ ഭർത്താവായിട്ടൊക്കെ വന്ന് സംസാരിക്കാറുണ്ട്. അപ്പോഴത്തേന് ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ താഴെയൊക്കെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ്സും കാര്യങ്ങളും എപ്പോഴും വരാറുള്ളതാണ്. ഇപ്പം പുതിയതായിട്ടൊരു നെഗറ്റീവായിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, പുള്ളിക്കാരൻ ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു അമ്പലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പുരുഷന്മാർ സ്ത്രീ വേഷം കെട്ടി താലിപ്പൊലിയും വിളക്കും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ അവിടെ പുള്ളിക്കാരൻ പോയിരുന്നു തൊഴുവാനും ഒക്കെ പോയതിന് ശേഷം അവിടെ വന്നിട്ട് അങ്ങനെ ഒഴുകി നിന്നവരത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെടുത്ത് ഈ ഒരു ജാസിൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ വന്നിട്ട് എന്താണ് വിളക്കെടുക്കാത്തത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് സീനുണ്ടാക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ക്വയറ്റായിട്ട് ഓക്കെ ഇല്ല ഞാൻ ഇങ്ങനെയാണ്, അങ്ങനെ ഡ്രസ്സ് ഇട്ട് വന്നതൊന്നുമല്ല, അല്ലെങ്കിൽ വേഷന്മാർ വന്നതൊന്നുമല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയുണ്ടായിരുന്നു. ഇതിന് താഴെയും കുറേയധികം പേര് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു, എന്തിനാണ് ഇങ്ങനെ ചുമ്മാ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണോ, പ്രഹസനമാണോ എന്നൊക്കെ ചോദിച്ച് കുറേയധികം പേര് കമൻറ്റ് നെഗറ്റീവായിട്ട് ഇടുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നിയൊരു കാര്യം ഓക്കെ, അതവരിഷ്ടം കമൻറ്റ് ഇടുന്നവർ. ബട്ട് എന്നിരുന്നാൽ പോലും ഇവർക്ക് എവിടെ പോകണം എവിടെ പോകണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന ഇവരാണ്. ചിലപ്പോൾ അവിടെ അമ്പലത്തിൽ പോകണമെന്ന് തോന്നിക്കാണും, ഇതൊക്കെ കാണണമെന്ന് തോന്നിക്കാണും, ചിലപ്പോൾ അവർ പോയി. അതിന് താഴെ വന്നിരുന്ന് ഇങ്ങനെ ജസ്റ്റ് നെഗറ്റീവായിട്ട് കമൻറ്റ്സ് ഇടേണ്ട കാര്യമുണ്ടോ എന്നത് എനിക്കും പേഴ്സണലായിട്ട് തോന്നിയാണ്. ബട്ട് നമുക്ക് ചിലവരെ ഇഷ്ടമല്ലായിരിക്കാം, അത് ഉറപ്പായിട്ടും ചിലവർ നമുക്ക് ഇഷ്ടപ്പെടാതെ ഇരിക്കും എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഹേറ്റും കാര്യങ്ങളും കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്ക് ചോദിക്കാവുള്ളൂ. കാരണം ഓരോരുത്തർ ലൈഫ് അവരവരിഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നത്. ചിലപ്പോൾ നമുക്കിഷ്ടമുള്ള രീതിയിലായിരിക്കില്ല മറ്റവർ ജീവിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു പാട്ടിനെ അങ്ങനെ തന്നെ വിട്ടിട്ട് പോകുക. നമ്മൾ അതിൽ ഭയങ്കരമായിട്ട് അവരുടെ ജീവിതത്തിൽ ഇടപെടാനോ അവരെ കുറ്റം പറയാനോ നിൽക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെറുതെ അവരെ കുറ്റം പറയാതെ നമ്മൾ നമ്മുടെ പാട്ടിന് പോവുക, അതാണ് ചെയ്യേണ്ടത്.